ഈ ചൂട് സമയത്തെ നമ്മുടെ നോമ്പിനൊക്കെ ഇത്തിരി കുളിർമയും ഒരിത്തിരി തണുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മധുരമൊക്കെ കുറവുള്ള ഒരു അടിപൊളി ഒരു ജ്യൂസായാലോ. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. ആപ്പിളൊക്കെ ഇട്ടതാണേ. അതിനായിട്ട് ഞാലിപ്പൂവൻ പഴമാണ് ഒരു 6 എടുത്തിട്ടുണ്ട്. ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴമാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ റോബോസ്റ്റ് പഴമാണെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു പിടി ബദാമോ അണ്ടിപ്പരിപ്പും 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 രൂപേൻ്റെ ഹോർലിക്സാണ് കേട്ടോ. അത് ഈ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മധുരത്തിന് ഈത്തപ്പഴമാണ്. ഒരു 5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടി മധുരം വേണമെങ്കിൽ ഒരു 6 എടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതേപോലെ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ആപ്പിളാണ്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിന് കുഞ്ഞുകുഞ്ഞാന്നൊന്ന് അരിഞ്ഞെടുക്കണമേ. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റിയെടുക്കുക. ആപ്പിൾ നന്നായി കഴുകിയെടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ 2 കുരുവും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ ചെറുതാക്കി കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി പൊടിയായി അരിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈത്തപ്പഴം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തിരി കുറച്ച് പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അടിക്കാവുന്നതാണ് കേട്ടോ ജ്യൂസ്. പക്ഷേ ഹെൽത്തി ആയിരിക്കാൻ ഈത്തപ്പഴം ഇട്ടെടുത്ത് അതിൻ്റെ മധുരമേ മതി. ഒരുപാട് മധുരമില്ലാത്തൊരു ജ്യൂസാണ് ഇത്. അങ്ങനെ ആപ്പിളൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ടേ. ഇനി ഇതിലേക്ക് കസകസ് വേണം. കസകസ് 1 ടേബിൾ സ്പൂൺ കസകസ് അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ അത് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കസകസൊക്കെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെ നമ്മുടെ ആപ്പിളെല്ലാം നന്നായി ഒന്നും ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജ്യൂസ് ഒഴിക്കാനുള്ള ഒരു പാത്രം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കസകസും ഇതേപോലെ ഇട്ട് കൊടുത്തു. നേരത്തെ തന്നെ കുതിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ചെറുതായി മുറിച്ച ആപ്പിൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മേഡൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ, അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആവേ. അങ്ങനെ ഇത് നന്നായി ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് 2 ഐസ് ക്യൂബൊക്കെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പാകത്തിന് മധുരം, അതേപോലെ അടിപൊളിയാണ്. കസകസൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിന് നല്ല തണുപ്പും കുളിർമയും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ നോമ്പ് തുറക്കലിന് നല്ലൊരു അടിപൊളി ജ്യൂസാണ്. അതേപോലെ തന്നെ വയറും നിറയും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് തുറക്കലിന് എല്ലാവരും ഈ ജ്യൂസ് ഉണ്ടാക്കാൻ മറക്കല്ലേ. കുറേ കൂട്ടുകാർ കാണുന്നൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ, പക്ഷേ ആരും ലൈക്ക് തരുന്നില്ല കേട്ടോ. ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.